കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ രാവിലെ കട്ടയ്ക്ക് തുടങ്ങിയ ജോലിയുടെ ബാക്കി ഭാഗമാണ് ഇനി പറയുന്നത്. അങ്ങനെ കുറച്ചു നേരം ക്ഷീണം മാറ്റായിരുന്നിട്ട് അടുക്കളപ്പണി കഴിഞ്ഞ പൊന്നൂനെയും വീട്ടിലുണ്ടായിരുന്ന അച്ഛനെയും കൂട്ടി വീണ്ടും അങ്കത്തട്ടിലേക്ക് ഇറങ്ങി. ഇത്തവണത്തെ ചൂട് നല്ല കഠിനമായതോടുകൂടി മരത്തിലെ കരിയില പൊഴിഞ്ഞു വീണ് മൊത്തം ചവറായി. എല്ലാം വൃത്തിയാക്കി തൂത്തു വരുന്നതിനിടയില് നമ്മുടെ കൊക്കോക്ക പഴുത്ത് നിൽക്കുന്ന കണ്ടു. ഞാനിത് ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിലും പൊന്നു ഇത് ആദ്യമായിട്ടാണ്. അങ്ങനെ പാതി വഴിയെ ജോലി മതിയാക്കി നേരെ ഇതിന്റെ പിറകെ പോയി. പണ്ട് സ്കൂൾ അടയ്ക്കുമ്പോൾ കൊക്കോക്കായും മുട്ടപ്പഴവും പുളിഞ്ചിക്കയും ജാമ്പക്കയും നെല്ലിക്കയും ഒക്കെ പറിച്ച് കഴിച്ചു നടന്നൊരു കാലം ചെറുതായിട്ട് ഓർമ്മ വന്നു. ഞാൻ കഴിക്കുന്ന കൊക്കോക്കായുടെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി കഴിച്ചു നോക്കിയ പൊന്നു ഇപ്പോ അതിനെ സ്നേഹിച്ചു തുടങ്ങി. അപ്പോൾ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. സീതപ്പഴം അറിയാമോ? അത് കറുത്ത കുരുവുള്ള അതിന്റെ ഒരു ടേസ്റ്റ് കൊള്ളാം. അങ്ങനെ കൊക്കോക്കായും കഴിച്ച് നേരെ കട്ടയ്ക്ക് ജോലി എടുക്കാൻ തുടങ്ങി. നേരത്തെ ഒറ്റയ്ക്ക് ജോലി ചെയ്തപ്പോ കുറച്ച് ക്ഷീണം തോന്നി. ഇപ്പോ രണ്ടുപേരും കൂടെ വന്നപ്പോ കുറച്ചുകൂടി പണി എടുക്കാനുള്ള ആവേശം കൂടി. പിന്നെ അച്ഛൻ എവിടെയാന്ന് നോക്കിയപ്പോ ഇതെല്ലാം കണ്ടോണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള രീതിയിലായിരുന്നു അച്ഛന്റെ നോട്ടം. ഞങ്ങൾ അങ്ങനെ തൂത്തുകൂട്ടിയിട്ടിരുന്ന ചവറുകള് ഞാൻ കത്തിച്ചു തുടങ്ങിയപ്പോ എവിടെയോ തൂത്തുകൊണ്ടിരുന്ന പൊന്നു ഓടിച്ചാടി വന്ന് ഫയർ ഡാൻസ് അങ്ങ് തുടങ്ങി. അങ്ങനെ പൊള്ളുന്ന വെയിലിന്റെയും തീയുടെ ചൂടിന്റെ ഇടയിൽ നിന്ന് ജോലി എടുക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കഠിനം തന്നെയാണ്. ആദ്യം ഒന്ന് കളിച്ചിരിച്ച് നടന്നെങ്കിലും ഇപ്പൊ പൊന്നും ഒന്ന് കട്ടയ്ക്ക് പണിയെടുത്തു തുടങ്ങി. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാന്നുള്ള രീതിയിൽ മൊത്തം ചവറും തൂത്തുവാരി കൂട്ടിയിട്ട് കത്തിച്ചു. കത്തിച്ച ചവറെല്ലാം കത്തിത്തീർന്നണഞ്ഞോന്ന് നോക്കിയിട്ട് വേണം ഇവിടെ നിന്ന് പോവാൻ. അങ്ങനെ ഇന്നത്തെ ജോലിയുടെ അന്ത്യം കണ്ടപ്പോ സമയം ഏതാണ്ട് 2:30 കഴിഞ്ഞു. ഒരുപാട് ചൂടിൽ പണിയെടുത്തോണ്ടാവാം കുടിക്കുന്ന വെള്ളം തൊണ്ടയുടെ താഴോട്ടിറങ്ങിയില്ല. ഇനി വേണം കൈയും കാലും മുഖവും കഴുകി ഉച്ചത്തെ ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ ഈ ചൂടില് കൈയും കാലും മുഖവും കഴിയപ്പോ കിട്ടിയൊരു ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ പാവം പൊന്നും ഇന്ന് നന്നായിട്ട് പണിയെടുത്തു. ഇനി വേണം ഉച്ചത്തെ ഭക്ഷണം കഴിക്കാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കട്ടയ്ക്ക് പണിയെടുത്തിട്ട് വിശന്നിരുന്ന ആഹാരം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ബാക്കി വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.